കൂൺ കൃഷിയെക്കുറിച്ച് ഞാൻ സാധാരണ പറയുക, അത് അല്പം ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, എളുപ്പമാണെന്ന് കണ്ട് ആരും ആ തൊഴിലിലേക്ക് വരല്ല് എന്ന് തന്നെയാണ്. ചില ആളുകളെങ്കിലും ചിന്തിക്കാറുണ്ട്, നമ്മുടെ പ്രദേശത്ത് നമുക്ക് എതിരാളിയായി കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് വരാതിരിക്കാനാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്ന്. അത് നമുക്ക് ആളുകൾക്കുണ്ടാവുന്ന ധാരണ തിരുത്താനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കൂൺ കൃഷി എളുപ്പമാണ് എന്ന് പറഞ്ഞ് ആളുകൾ വരുന്നത് അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ്. എളുപ്പമാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾ എന്തോ ഉണ്ട് താനും. അതാണ് വസ്തുത. കൂൺ കൃഷി എളുപ്പമല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അധികം ദൂരം അന്വേഷിക്കേണ്ടതൊന്നും വേണ്ട. ഓരോ വർഷവും കൃഷി വകുപ്പും ഹോർട്ടികൾച്ചർ മിഷനും പഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ചുള്ളതും വ്യക്തികൾ നടത്തുന്നതും ഒക്കെയായി, എന്തിനാ റബ്ബർ ബോർഡ് വരെ, ഞാനത് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, എത്രയോ കൂൺ കൃഷി പരിശീലനങ്ങൾ നാട്ടിലെമ്പാടും നടക്കുന്നുണ്ട്. ഒരു പുതിയ ട്രെൻഡ് പോലെ വളർന്നു വരുന്ന ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിരിക്കാം ഈ പരിശീലന പരമ്പരകളൊക്കെ എന്ന് ഒരിക്കലും ഈ പരിശീലന പരമ്പരയുടെ വലിപ്പമനുസരിച്ച് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ച് നമ്മുടെ പ്രദേശത്ത് കൂൺ കൃഷി വികസിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി കൂൺ കൃഷി എളുപ്പമല്ല എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, വസ്തുതയാണ് എന്ന് മനസ്സിലാക്കാൻ. ഇന്നലെ യാദൃശികമായി കൃഷി വകുപ്പിൽ നിന്ന് സന്ദർശകരുണ്ടായിരുന്നു, ഔദ്യോഗികമായി തന്നെ. അത് കൃഷി ഓഫീസിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു, AD ഓഫീസിൽ നിന്നും ഉണ്ടായിരുന്നു. അത് ഔദ്യോഗിക സന്ദർശനമാണ്. കൂൺ ഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുകളിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് വന്നത് എന്നാണ് അറിയിച്ചത്. നമുക്ക് അല്പം കൂടി ആഴത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് അല്പം കൂടി സമയം വിനിയോഗിക്കാമെന്ന് വെച്ചാൽ, ഈ എൻ്റെ ഗ്രാമം പേരാവൂർ ബ്ലോക്ക് കൂൺ ഗ്രാമം പദ്ധതിയിലെ ഉൾപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്, ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൂൺ കൃഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം എൻ്റെ പ്രായം അതാണ്. എന്നാൽ ആവശ്യത്തിനനുസരിച്ച് കൂൺ വിതരണം ചെയ്യാൻ സാധിക്കുന്നുമില്ല. അത്തരം ഘട്ടങ്ങളിൽ ഞാൻ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്, നമ്മുടെ ആ പദ്ധതിയിൽപ്പെട്ട ആളുകൾ കൂൺ സപ്ലൈ ചെയ്യാൻ തയ്യാറായ ആരെങ്കിലും ഉണ്ടോ എന്ന്. നിരാശയായിരുന്നു ഫലം. അപ്പോൾ ഇന്നലെ അവര് സന്ദർശനത്തിന് വരുമ്പോൾ ഈ വേനലിന്റെ കാഠിന്യത്തിന് ഇടയിലും കഠിനമായ വെയിലാണെങ്കിലും കണ്ണിന് കുളിർമ നൽകുന്ന വിധത്തിൽ, കവിതയിൽ പറഞ്ഞ പോലെ ആരാകിൽ എന്ത് മിഴിയുള്ളവർ നോക്കി നിൽക്കും എന്ന് പറയുന്നത് പോലെ, കണ്ണുള്ളവനെല്ലാം ഹൃദയമുള്ളവനെല്ലാം കണ്ട് ആസ്വദിക്കാൻ കൂടി പറ്റുന്ന വിധത്തിൽ കൂൺ കൃഷിയുള്ളൊരു ഫാം അവർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനമാണ്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ അറിവുകേടായിരിക്കാം, ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് തെറ്റായ രീതിയിലായിരിക്കാം. ഈ കൂൺ ഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരിശീലനം നേടി ആരെങ്കിലും ഈ പ്രദേശത്ത് കൂൺ കൃഷി ചെയ്യുന്നതായി എനിക്കറിയാൻ വയ്യ. ഇത് തന്നെയാണ്, കൂൺ കൃഷി അല്പം ബുദ്ധിമുട്ടുള്ള തൊഴിലാണ്, ഓടി വന്ന് തുടങ്ങാവുന്ന ഒരു തൊഴിലല്ല, ശ്രമകരമാണ് എന്നൊക്കെ ഞാൻ പറയാൻ കാരണം. എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒത്തിരി ആളുകൾ ഒരു ദിവസം വന്ന് പരിശീലനം നേടിയാൽ കൂൺ കൃഷി തുടങ്ങാൻ വയ്യേ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തുകയല്ല, മറിച്ച് നല്ല കാർഷിക മനസ്സോടുകൂടി ഇതൊരു തൊഴിലായി കൊണ്ടുപോകാൻ തയ്യാറുള്ളവർ മാത്രമേ ഈ മേഖലയിലേക്ക് കടന്നു വരാവൂ. അല്ലെങ്കിൽ പലപ്പോഴും കർഷകൻ എന്നും കബളിപ്പിക്കപ്പെടുന്നുണ്ട്, അതുപോലെ മുൻപെന്ന പോലെ വീണ്ടും കബളിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും എന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ കൃഷിക്കാരെ, നവാഗതരായ കൃഷിക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. 23 വർഷങ്ങൾക്ക് മുൻപ് വളരെ യാദൃശികമായിട്ടാണ് ഞാൻ കൂൺ കൃഷിയിലേക്ക് വന്നത്. കുടുംബം കൂടെ നിന്ന്, അന്ന് മക്കളൊക്കെ ചെറിയ കുട്ടികളാണ്, അവർക്കതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് പോലും സംശയം. 2002 കാലഘട്ടത്തിൽ അതിഭീകരമായ രീതിയിൽ കാർഷിക നഷ്ടമുണ്ടായപ്പോഴാണ് ഞാൻ വലിയ കൃഷികളിൽ നിന്ന് അല്പം മാറി നിന്ന് അല്പം ലളിതമായി
ഒതുക്കത്തിൽ മറ്റെന്തെങ്കിലും തൊഴിൽ സ്വീകരിക്കണം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യണം എന്ന ചിന്തയിലേക്ക് വന്നത്. അതിനൊക്കെ മുൻപ് 10-18 വയസ്സുള്ളപ്പോൾ മുതൽ വലിയ രീതിയിൽ തേനീച്ച കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇന്നും അത് തുടരുന്നുണ്ട് എങ്കിലും ആ കൃഷി 90 കാലഘട്ടത്തിൽ കേരളത്തിലെമ്പാടും നശിച്ചു പോയിരുന്നു. അതിഭീകരമായ ഒരു രോഗം ബാധിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും തേനീച്ച കൃഷി അമ്പേ നശിച്ച ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ നമ്മുടേതൊഴിച്ചുള്ള ആ 2 സ്റ്റേറ്റുകൾ, പ്രത്യേകിച്ച് തമിഴ്നാട്, കർഷകന്റെ ഒപ്പം നിന്ന് അവനെ പുനരുദ്ധരിച്ചു കൊണ്ടുവന്നു. അതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലെമ്പാടും കാണുന്നുണ്ട്. ഈ നാട്ടിൽ കാണുന്ന തേനീച്ച കോളനി 90% തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുടിയേറ്റ കർഷകന്റേതാണ്. ആ മേഖലയിൽ എത്രയോ സഹകരണ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു. എല്ലാം ഇന്ന് നിഷ്ക്രിയമാണ്, പ്രവർത്തനരഹിതമാണ്. നാമമാത്ര പ്രവർത്തനങ്ങൾ മാത്രമുള്ളവ ചിലതെങ്കിലും ആ കൂട്ടത്തിലുണ്ട് താൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൃഷിക്ക് എവിടുന്നൊക്കെയാണോ ഉത്തേജനം കിട്ടുന്നത് അവിടെയൊക്കെ കൃഷി പിടിച്ചു നിൽക്കുകയുള്ളൂ. നമ്മുടെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒന്നുണ്ട് എന്ന് പോലും പറയാൻ സാധിക്കില്ല. എല്ലാ കാർഷിക മേഖലയിലെ എല്ലാ ഇടങ്ങളും നശിച്ചു കഴിഞ്ഞു. ഗവൺമെന്റിൽ നിന്ന് സഹായം കിട്ടുന്ന ഇടത്ത് മാത്രം, അല്ലെങ്കിൽ കിട്ടുമ്പോൾ മാത്രം നെൽകൃഷിയൊക്കെ പേരിൽ നിലനിൽക്കുന്നതല്ലാതെ ആ സഹായം എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കും കൃഷി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങിയാൽ ഒരു സ്ഥായിയായ കാർഷിക മേഖല എന്ന് പറയാവുന്ന ഒന്ന് ഇല്ല എന്ന് തന്നെ പറയണം. പ്രകൃതിയിൽ എവിടെയാണുള്ളത്? റബ്ബർ അല്ലാതെ ഇത് കണ്ണൂർ ജില്ലയൊക്കെ, കോഴിക്കോട് ജില്ലയുടെ കുറെ ഭാഗങ്ങൾ ഒക്കെ തന്നെ പരമ്പരാഗതമായി വൻതോതിൽ കശുവണ്ടി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഇടമാണ്. ഇവിടുത്തെ കണ്ണൂർ കശുവണ്ടിക്ക് നല്ല പേരുണ്ട്. ഇതെവിടെയാണ് കശുവണ്ടി ഉള്ളത്? ദിവസം 8-10 ലോഡ് കശുവണ്ടി കയറിപ്പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ മേഖല ഇന്ന് ആഴ്ചയിൽ ഒരു ലോഡ് പോലും കിട്ടാത്ത വിധത്തിൽ, നല്ല സീസണിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കാർഷിക മേഖല അതിൻ്റെ വിനിയോഗത്തിന്റെ തകരാറ് കൊണ്ട്, അവിടെ കിട്ടുന്ന പ്രോത്സാഹനത്തിന്റെ അല്ലെങ്കിൽ ആ പ്രോത്സാഹനം കർഷകരിലേക്ക് എത്തുന്ന രീതിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അമ്പേ തകർന്നു പോയിട്ടുണ്ട്. ഞാൻ തുടങ്ങി വെച്ചത് വൻകിട വാഴ, പച്ചക്കറി കൃഷിയിൽ നിന്ന് കൂൺ കൃഷിയിലേക്ക് വന്നതിനെ കുറിച്ചാണ്. 2002-ലും 2003-ലുമായി ഒരു വൻ കലാമിറ്റി എനിക്ക് കൃഷിയിലുണ്ടായിരുന്നു. ഏകദേശം 7000-ഓളം വാഴ ഒന്നിച്ച് ഒരു ഫെബ്രുവരി 2002 ഫെബ്രുവരി 23 ഒറ്റ കാറ്റിന് 7000 വാഴ ഒടിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടായി. അന്ന് കണ്ണൂര് കൃഷി ഡയറക്ടറേറ്റ് എന്നോട് പറയുകയുണ്ടായി, നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ഈ തുക ഈ ഓഫീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലെയിമാണ് എന്ന്. 93,000 രൂപ ഒരൊറ്റ ക്ലെയിമില് നഷ്ടപരിഹാരമായി, ഇൻഷുറൻസ് ഒന്നും ഇല്ലാതിരുന്ന തോട്ടമാണ്, അനുവദിച്ചു കിട്ടിയിരുന്നു. അപ്പോഴത്ര വലിയ നഷ്ടം. ആ നഷ്ടത്തെ താങ്ങി നിർത്തിക്കൊണ്ട് തന്നെ പിറ്റേ വർഷവും കൃഷി ചെയ്തു. പക്ഷെ ആ കൃഷി ആ വർഷമാണ് 2003-ലാണ് കേരളത്തിലെമ്പാടും വൻതോതിൽ വരൾച്ച ഉണ്ടായത്. താങ്ങാൻ പറ്റാത്ത വിധത്തിൽ, അതായത് ഈ വർഷത്തെ കവച്ചു വെക്കുന്ന വിധത്തിലൊരു വരൾച്ച ആ വർഷമാണ് ഉണ്ടായത്. എൻ്റെ വാഴത്തോട്ടമൊക്കെ 3000 വാഴ ഉണ്ടായിരുന്ന വാഴത്തോട്ടം അതേപടി നിന്നുണങ്ങി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് വെള്ളം കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കൂൺ കൃഷിയിലേക്ക് വന്നത്. അത് ആവശ്യമായിരുന്നു. കാരണം ജീവിക്കാൻ എപ്പോഴും നമുക്കൊരു തൊഴിൽ വേണമല്ലോ. നമ്മളെപ്പോഴും ജീവിതമാർഗമായി സ്വീകരിച്ചിരുന്ന തേനീച്ച കൃഷി പ്രതിസന്ധിയിലാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം 2010-ന് ശേഷമാണ് തേനീച്ച കൃഷി വളരെ ചെറിയ രീതിയിലാണെങ്കിലും ഒരു തൊഴിലെന്ന നിലയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലേക്ക് തിരിച്ചു വന്നത്. ആ കാലഘട്ടത്തിലാണ് ജീവിക്കാനൊരു തൊഴിലെന്ന നിലയിൽ മറ്റൊരു തൊഴിൽ കണ്ടെത്തണം എന്ന ചിന്ത വന്നതും അതൊരാവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഞാൻ വന്നു ചേർന്നത്. കൂൺ കൃഷി എന്ന് പറയുമ്പോൾ ഒരു കർഷകൻ എന്ന നിലയിൽ കൂൺ കൃഷിയെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. എന്നാൽ പരിശീലനം ഒട്ടില്ലായിരുന്നു താനും. ആ സമയത്ത് യാദൃശികമായി കിട്ടിയ അര ദിവസത്തെ കൂൺ കൃഷി പരിശീലനത്തിൽ നിന്നാണ് ഞാനൊരു കൂൺ കർഷകനാകുക എന്ന പ്രയാണത്തിലേക്ക് എത്തിച്ചേർന്നത്.